أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد وقد قال الله سبحانه وتعالى في كتابه المجيد يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, ഉലമാക്കൾ, സ്നേഹനിധികളായ പ്രവർത്തകർ, സഹോദരങ്ങൾ, ശ്രോതാക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ ചരിത്രത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തന വീതിയിൽ 60 വർഷം പൂർത്തിയാക്കി 60ാം വാർഷിക മഹാസമ്മേളനം ഈ മാസം 26, 27, 28 മാർച്ച് 1 തീയതികളിൽ കോട്ടക്കൽ താജുൽ ഉലമ നഗറിൽ നടക്കുകയാണ്. നാടും നഗരവും സമ്മേളനത്തിന്റെ പ്രചാരണവും അതിന്റെ ചൂടിലും ലഹരിയിലുമാണ്. സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന ഐതിഹാസികമായ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലും നഗരവീഥികളിലും പട്ടണങ്ങളിലുമൊക്കെ വ്യാപകമായ ആദർശ പ്രചാരണവും ആദർശ പ്രബോധനവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ സംബന്ധിയായ മുന്നേറ്റവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് മണ്ണാർക്കാട് ടൗണിൽ നാം ഇങ്ങനെ ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് കബൂലാക്കട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു പുണ്യകർമ്മമായി അല്ലാഹു ഇതിനെയും സ്വീകരിക്കട്ടെ. നമ്മുടെയും വേണ്ടപ്പെട്ടവരുടെയും സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഒരു അധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ സംശയ നിവാരണങ്ങളും ചോദ്യോത്തരവും നടക്കാനുണ്ടെന്ന് സംഘാടകർ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ സംസാരം നീണ്ടുപോയാൽ പിന്നെ സംശയത്തിനും ചോദ്യോത്തരത്തിനും സമയമില്ലാതെയാവും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മുൻഗണന നൽകപ്പെടുന്നതും സംശയ നിവാരണങ്ങൾക്കാണ്, ചോദ്യോത്തരങ്ങൾക്കാണ്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്, കസേരകൾ സംവിധാനിച്ചിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. അവർ ഇവിടെ വന്നിരുന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തര സെഷൻ ആരംഭിക്കുന്നതാണ് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അത് മാത്രമാണ് ഇസ്ലാം. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഇസ്ലാം ഒരു വലിയ ഒരു വൃത്തമാണ്. അതിലെ ഒരു പാർട്ട് സുന്നി, വേറെ ഒരു പാർട്ട് മുജാഹിദ്, മറ്റൊരു പാർട്ട് ജമാഅത്ത്. മുജാഹിദിൽ തന്നെ 8 ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളും അടക്കം 12 ഗ്രൂപ്പ്, ജമാഅത്തെ ഇസ്ലാമി 3 ഗ്രൂപ്പ്, തബ്ലീഗ് ജമാഅത്ത്, ചേകനൂര്, ഇങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ നീണ്ടതാണ്. ഇതെല്ലാം കൂടിയതാണ് ഇസ്ലാം എന്ന് ചില ആളുകൾ ധരിച്ചു വശായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഉണർത്തുന്നു, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ധാരണ അവരിൽ പടരാനും കേൾക്കാനും ഇടയുണ്ട്. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ എല്ലായ്പ്പോഴും സംഘടനയുടെ SYSന്റെ 60 വർഷത്തെ ദീർഘമായ ചരിത്ര പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങൾ നടത്തിയ ആദർശ ആശയ പടയോട്ടത്തിൽ
കേരളീയ ജനതയെ വിളിച്ച് അറിയിച്ച ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലുള്ള കളകളാണ്. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് അതിൽ സുന്നത്ത് ജമാഅത്ത് സുന്നി മാത്രമേ ഉള്ളൂ. അല്ലാത്തതെല്ലാം ഇസ്ലാമിന്റെ പേരിലുള്ള കളകളാണ്. അത് പിഴുതെറിയപ്പെടേണ്ടതാണ്. അത് ദീനല്ല, അത് ഖുർആനല്ല, അത് സുന്നത്തല്ല, അത് മതമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചതാണ്. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എന്റെ സമുദായം 73 ഗ്രൂപ്പുകളാകും എന്നാണ് ആരംഭ റസൂല് പഠിപ്പിച്ചത്. എന്റെ സമുദായം സതഫ്തരിഖു ഉമ്മത്തി എന്നാ പറഞ്ഞത്. എന്റെ സമുദായം എന്താണ് ഈ എന്റെ സമുദായത്തിന്റെ വിവക്ഷ? പണ്ഡിതന്മാര് വിശദീകരിച്ചു. ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിന്റെ ആളുകളാണെന്ന് ഉദ്ഘോഷിക്കുന്നവർ, ഞങ്ങൾ ഹദീസിന്റെ വാഹകരാണ്, ഞങ്ങൾ ഖുർആനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണമെന്ന് പ്രഖ്യാപിക്കുന്നവർ, തൗഹീദിലേക്കും സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികളാണ് ഈ 73 വിഭാഗവും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അതിൽ 72 നരകത്തിലാകുന്നു, ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്നാണ്. ഈ 72 വിഭാഗവും ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നവരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേര് ദുരുപയോഗപ്പെടുത്തുന്നവരും അതിന്റെ വാഹകരാണെന്ന് കൊട്ടിഘോഷിക്കുന്നവരും തൗഹീദിലേക്കും സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള കക്ഷികളാണ് 72 വിഭാഗവും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരൊക്കെയും നരകത്തിലാകുന്നു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ 72 വിഭാഗങ്ങൾ നരകത്തിൽ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ. മാഹിയൽ വാഹിദ, മാഹിയൽ വാഹിദ, ഏതാണ് നബിയെ? മാഹാദിഹിൽ വാഹിദ, ഏതാണ് ആ ഒരു വിഭാഗം? സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. അവിടുന്ന് പറയുന്ന മറുപടി, ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു, അല്ലാത്തവരൊന്നും സ്വർഗത്തിലേക്ക് പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അത് മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാ ഗ്രൂപ്പുകളും അതുപോലെ മറ്റ് ചേകന്നൂരും ഖാദിയാനി ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതണ്ട. സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്താണ്, സുന്നി മാത്രമേ ഉള്ളൂ, അല്ലാത്തത് സ്വർഗത്തിലേക്ക് പോവുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ വിധവികൾക്കൊരു സംശയം, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് സംശയം. അതെന്താ? നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാര്, സുന്നിയല്ലാത്തവർ, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന് പുറത്തുള്ളവർ, അവർ നിസ്കരിക്കുന്നില്ലേ, അവർ നോമ്പ് നോൽക്കുന്നില്ലേ, സക്കാത്ത് കൊടുക്കുന്നില്ലേ, ഹജ്ജ് ചെയ്യുന്നില്ലേ, പുണ്യകർമ്മങ്ങൾ താടി എത്രയാണ് അവർ നീട്ടുന്നത്, പള്ളി ഉണ്ടാക്കുന്നില്ലേ, പള്ളിയിൽ ഈത്തിക്കാതിരിക്കുന്നില്ലേ, ഖുർആനും സുന്നത്തും അവർ ഉപയോഗപ്പെടുത്തുന്നില്ലേ, ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ, എത്ര പുണ്യകർമ്മങ്ങൾ അവർ ചെയ്യുന്നു. എന്നിട്ട് അവരൊന്നും സ്വർഗത്തിലേക്ക് പോകൂല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇവിടുന്നിങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് ചില ആളുകൾക്കൊരു സംശയം. ഈ സംശയത്തിന്റെ മറുപടി 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ തന്റെ സുനനിൽ, കിതാബു സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. അവിടുന്ന് പറഞ്ഞതെന്താ? ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈൻ.
ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈൻ, സുന്നികളല്ലാത്തവർ, സുന്നിയല്ലാത്തവർ, പുത്തൻവാദി, അതാ മുബ്തദി എന്ന് പറയുന്നത്. ഈ പുത്തൻവാദിയിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ, അവൻ നിർവഹിക്കുന്ന നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. പുത്തൻവാദിയായ ആള് നിസ്കരിക്കൂല എന്നല്ല റസൂല് പറഞ്ഞത്. നിസ്കരിക്കും, നല്ല ഭയങ്കര നിസ്കാരായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, യുഹഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹി, നിങ്ങളുടെ നിസ്കാരവും അവന്റെ നിസ്കാരവും കൂടി നോക്കിയാല് നിങ്ങളുടെ നിസ്കാരം മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ആ രൂപത്തിൽ വലിയ നിസ്കാരക്കാരായിരിക്കും അവർ. നമ്മളൊക്കെ വല്ലാതെ നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്താഴ്മ്പ് ഒന്നാണെങ്കിൽ ഓൾക്ക് 2 താഴ്മ്പുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നിപ്പോ ഞാൻ പറയുന്നില്ല. ഏതായാലും അങ്ങനെ വലിയ നിസ്കാരക്കാരാണെന്ന് തോന്നും. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യഖ്ബലുല്ലാഹ്, അവരുടെ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് റസൂല് പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കരിച്ചിട്ട് ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ആ വിഭാഗത്തിലും വർഗത്തിലും കക്ഷിയിലും ഉൾപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് മുജാഹിദാവാം, അവർക്ക് ജമാഅത്താകാം, മുജാഹിദത്തിന് ജിന്നൂരിയാകാം, മലക്കൂരിയാകാം, മറ്റേ അത് രണ്ടും അല്ലാത്തതാവാം. പിന്നെ പല ജാതി ഗ്രൂപ്പുകളുണ്ട്, ഏതും ആകാം. പക്ഷേ അള്ളാഹുവിന്റെ അരികിൽ വിരൽ കടിക്കേണ്ടി വരും. നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ വരും. റസൂല് പറഞ്ഞു, വലാ സക്കാത്തൻ, അവന്റെ സക്കാത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സക്കാത്ത് ഫണ്ട് സാധാരണക്കാര്, പാവങ്ങൾ, പാവപ്പെട്ടവരുള്ളവരിടത്ത് ചെന്ന് സക്കാത്ത് ഫണ്ടിൽ നിന്ന് റിലീഫ് കിറ്റുകൾ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഏതെങ്കിലും 4 ആളുകളെങ്കിലും ആ പാർട്ടിയിലേക്ക് കിട്ടുമോ എന്ന് അവർ നോക്കും. വലിയ സമ്പത്തിന്റെ സക്കാത്തൊക്കെ കൊടുക്കും. പക്ഷേ ലാ യഖ്ബലുല്ലാഹ്, അവരുടെ ആ സക്കാത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇത് പറയുന്നത് കണ്ണിയത്ത് ഉസ്താദല്ല, ഈക്ക ഉസ്താദല്ല, മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളല്ല, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദല്ല, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, വലാ സിയാമൻ, അവൻ അനുഷ്ഠിക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പക്ഷെ അല്ലാഹുവിന് ആവശ്യമില്ല. വലാ ഹജ്ജൻ വലാ ഉംറത്തൻ, അവൻ നിർവഹിക്കുന്ന ഹജ്ജും ഉംറയും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഹജ്ജും ഉംറയും ഒക്കെ ഇപ്പൊ നിർവഹിക്കാൻ പറ്റുള്ളൂ. ആ ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ സ്വറുഫൻ വലാ അദ്ലാ, അവൻ ചെയ്യുന്ന ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ ഇബാദത്ത് പുത്തൻവാദിയാണോ? അവൻ താടി വെക്കുന്നുണ്ടാകും, പള്ളി കയറ്റുന്നുണ്ടാകും, ഖുർആൻ ഓതുന്നുണ്ടാകും, അതുപോലെ നിസ്കരിക്കുന്നുണ്ടാകും, ഹജ്ജിനും ഉംറക്കും പോകുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അതൊന്നും അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹു അതൊന്നും സ്വീകരിക്കൂല. കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിൽ പോയി ആപതിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ആരെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, കൊതിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ടോ? അവർക്ക് മുജാഹിദാവാം, അവർക്ക് ജമാഅത്താവാം, അവർക്ക് തബ്ലീഗാവാം, അവർക്ക് ചേകന്നൂരാവാം, അവർക്ക് എന്തുമാവാം. പക്ഷേ സുന്നിയാവാനും മുസ്ലിമാവാനും കഴിയൂല, സ്വർഗത്തിലെത്താൻ കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഈ കാലമെത്രയും ഈ പ്രസ്ഥാനം SYS കേരളത്തിലെ ജനതയെ വിളിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം. ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രഖ്യാപനവും പ്രവർത്തനവും പ്രബോധനവും കൊണ്ട്
ഞങ്ങളിൽ നേട്ടങ്ങളുടെ നീണ്ട പട്ടിക ഞങ്ങൾക്ക് നിരത്താനുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു സുന്നിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കൽപ്പിച്ച ത്രാണിയുള്ള തന്റേടമുള്ള ലക്ഷക്കണക്കായ പ്രവർത്തകരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളക്കരയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് SYS ഇവിടെ സാധിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ നേട്ടമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന്റെ പോഷക സംഘടനകളായ SYS-ഉം SSF-ഉം ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഈ മഹത്തായ ആദർശം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇതിനെതിരിൽ ഈ ആദർശത്തെ വികലപ്പെടുത്താൻ വേണ്ടി, ഈ ആദർശത്തെ കുഴിച്ചു മൂടാൻ വേണ്ടിയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇവിടെ പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ മുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നീക്കാൻ കഴിയാതെ അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും വേണ്ടി 1920കളിൽ തുടങ്ങിയ 20കൾക്ക് ശേഷം ആരംഭിച്ച കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അന്ന് കൊണ്ടുവന്ന തൗഹീദ് ഏതൊരു തൗഹീദാണോ ആ തൗഹീദ് സഹോദരന്മാരെ ഒരു നൂറ്റാണ്ട് പോലും തികക്കാൻ കഴിയാതെ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും വേണ്ടി കൊണ്ടുവന്ന അതേ തൗഹീദിന്റെ പേരിൽ പരസ്പരം കാഫിറും മുശ്രിക്കും മുർത്തദ്ദുമാക്കി മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ സന്തോഷകരമായ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടാണിത്? നമുക്കറിയാം, ഈ കേരളത്തിലെ വിദഗ്ധകൾ പറയുന്ന തൗഹീദ് എന്ന പേരിലുള്ള ഈ ദുർവ്യാഖ്യാന ബാണ്ഡം അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, ഖുലഫാഉർ റാഷിദ് പഠിപ്പിച്ചതല്ല, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചതല്ല, ലോകത്ത് പ്രാമാണിക പണ്ഡിതന്മാര് പഠിപ്പിച്ചതല്ല, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ളതല്ല. മറിച്ച് കഥയില്ലാത്ത വിവരമില്ലാത്ത ജാഹിലുകളായ മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്നുത്ഭവിച്ച ദുഷിച്ച ദ്രവിച്ച ആശയങ്ങളാണത്. അതിന് തൗഹീദ് എന്ന പേരിട്ട്, ഓമനപ്പേരിട്ട് സാധാരണക്കാരായ ആളുകളെ വലയിൽ വീഴ്ത്തി അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ കിടന്ന് വെന്തുരുകേണ്ടുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് സാധാരണക്കാരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലുള്ള സഹോദരങ്ങളെ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ. സുന്നത്ത് ജമാഅത്തല്ലാത്ത മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ രൂപത്തിലുള്ളതാണ് എന്ന കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. SYS-ന്റെ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നോട്ടുള്ള ഈ ഗമനവും പ്രവർത്തനവും കാണുമ്പോ, 60 വർഷത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോ, ഞങ്ങളുടെ നേരത്തെ ഇവിടെ നമ്മുടെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി ആമുഖത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, യുവത്വം ഇന്ന് സഞ്ചരിക്കുന്നത് വഴിമാറി സഞ്ചരിക്കുകയാണ്. ആ യൗവനത്തെയും യുവത്തെയും നേരിന്റെ ദിശയിലേക്ക് മാറ്റി തിരുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. യുവത്വത്തെ പലരും ചൂഷണം ചെയ്യുന്നു. അത്തരം ചൂഷകർക്കെതിരാണ് ഈ സംഘടന. ഈ യുവത്വത്തെ പലരും ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം പ്രസ്ഥാനങ്ങൾക്കും ആളുകൾക്കും എതിരാണ് ഈ സംഘടന. സഹോദരന്മാരെ, നന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന, തർക്കിക്കുന്ന, കലാപമൊരുക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ എതിരിൽ ഈ പ്രസ്ഥാനം നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനം അഭിനവ പ്രക്രൂസ്തസുമാർക്കെതിരിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ആരാണ് പ്രക്രൂസ്തസ്? ഗ്രീക്ക് ഇതിഹാസത്തിൽ കുപ്രസിദ്ധരായ ഒരു മനുഷ്യനാണ്. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. പ്രക്രൂസ്തസ് എന്ന് പറഞ്ഞാൽ
ആ മനുഷ്യൻ ആരും അദ്ദേഹത്തിന് തെറിയത്തൊന്നും ചെല്ലാൻ പറ്റിയ ആളല്ല ഇയാള്. പ്രക്രൂസ്തസ് എന്ന് പണ്ടൊരാള് പറഞ്ഞു, ഈ പേരെഴുതിയപ്പോ പെണ്ണിന്റെ നിബ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. അത്ര മാത്രം വലിയൊരു പേരായി ഇയാളുടെ. പ്രക്രൂസ്തസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അയാൾ കുപ്രസിദ്ധനായത് എന്തുകൊണ്ടാണ്? ഗ്രീക്ക് ഇതിഹാസത്തിൽ കുപ്രസിദ്ധനായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിനൊരു ശൈലിയുണ്ട്, ഒരു പതിവുണ്ട്. എന്താണത്? തന്റെ നാട്ടിലേക്ക് ആര് വിരുന്നു വന്നാലും സഹോദരങ്ങളെ, ആ ആളുകളെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കും. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, വെള്ളിയാഴ്ച അപരിചിതരായ ആളുകൾ പള്ളിയിലേക്ക് മുതഅല്ലിമുകളോ ആലിമുകളോ അവരൊക്കെ വന്നാൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കാൻ താല്പര്യമുള്ള പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതുപോലെ പ്രക്രൂസ്തസ് ചെയ്യുന്ന പരിപാടി എന്താ? തന്റെ നാട്ടിലേക്ക് ആരെങ്കിലും വന്നോ അവരെ പിടിച്ചു കൊണ്ടുപോയി സൽക്കരിക്കും, തന്റെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷെ അത് കൊടുക്കണമെങ്കിൽ പ്രക്രൂസ്തസിന് ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് റൂമുണ്ട്, ഒരു വിരുന്നുകാരെ സൽക്കരിക്കുന്ന കിടത്തുന്ന ഒരു റൂമുണ്ട്. ആ റൂമിൽ ഒരു കട്ടിലുണ്ട്, തന്റെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ പ്രക്രൂസ്തസ് തന്റെ വിരുന്നുകാരെ കിടത്തുകയാണ്. ഈ വന്ന വ്യക്തി ആ കട്ടിലിന് പാകപ്പെട്ട മനുഷ്യനാണെങ്കിൽ ഫലില്ലാഹിൽ ഹംദ്, ആ പ്രക്രൂസ്തസിന് നല്ല ഭക്ഷണമുണ്ട്, നല്ല ഉയാഫത്ത് വിരുന്നുണ്ട്, സൽക്കാരമുണ്ട്, എല്ലാമുണ്ട്, കെങ്കേമമാണ്. ആ വിരുന്നുകാരന് സർവഭാവുകങ്ങളുമുണ്ട്. അതേ അവസരത്തിൽ വന്ന വ്യക്തി അല്പം നീളമുള്ള, ആഴവും നീട്ടവുമുള്ള, എന്നെ പോലത്തൊക്കെ നീളമുള്ള ഒരാളാണെങ്കിലോ പ്രക്രൂസ്തസ് ചെയ്യുന്ന പരിപാടി എന്താ? തന്റെ കട്ടിലിൽ ഈ മനുഷ്യനെ അങ്ങ് കിടത്തും. കിടത്തിയിട്ട് എന്ത് ചെയ്യും? ഈ കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാകും. അത് ഒരു ഭാഗത്ത് തലയാകും, മറുഭാഗത്ത് കാലാകും. പ്രക്രൂസ്തസ് തന്റെ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഭാഗങ്ങളെ വാളെടുത്തുകൊണ്ട്, കത്തിയെടുത്തുകൊണ്ട് വെട്ടി മാറ്റി, മുറിച്ച് മാറ്റി കട്ടിലിന് പാകപ്പെടുത്തും. അപ്പോഴേക്ക് ഈ മനുഷ്യന്റെ തലയുടെ പകുതി പോയിട്ടുണ്ടാകും, കാല് ഏകദേശം പോയിട്ടുണ്ടാകും. അതൊന്നും പ്രക്രൂസ്തസിന് അറിയേണ്ടതില്ല. അയാളെ ജീവൻ പോകാതിരിക്കെ, തല അതൊന്നും പ്രക്രൂസ്തസിന് അറിയേണ്ടതില്ല. അയാൾക്കൊരു കാര്യത്തിൽ വാശിയുണ്ട്, തന്റെ വീട്ടിലുള്ള കട്ടിലിന് ഈ മനുഷ്യൻ പാകമായിരിക്കണം എന്നതാണ് അയാളുടെ പിടിവാശി. അങ്ങനെ ആ മനുഷ്യന്റെ കഥ കഴിഞ്ഞു. അപ്പോഴേക്ക് അയാൾ ഹറമയ്യിത്ത, അയാൾ ആഹാരം വെളിച്ചായി അങ്ങോട്ട് മാറ്റിയിടേണ്ടി വരും. ഈ പാവം വിരുന്നുകാരന്റെ ഗസ്റ്റിന്റെ ദുർഗതി. ഇനി വന്ന വ്യക്തി കുറിയ മനുഷ്യനാണ്, റഷീദ് സഖാഫിയെ പോലോത്ത നീളമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പ്രക്രൂസ്തസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? തന്റെ ആ വിരുന്നുകാരനെ ഈ കട്ടിലിൽ അങ്ങ് കടത്തും. എന്നിട്ട് തന്റെ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയും, ഇയാളെ കട്ടിലിന് പാകപ്പെടുത്തണം. അപ്പോ മജ്ജയും മാംസവും ആരോഗ്യവും ആത്മാവുമുള്ള ഈ മനുഷ്യനെ ഗുണ്ടകൾ രണ്ട് ഭാഗത്ത് നിന്നും പിടിച്ച് വലിച്ച് നീട്ടി കട്ടിലിന് പാകപ്പെടുത്തുകയാണ്. പാവം മജ്ജയും മാംസവുമുള്ള ആ മനുഷ്യനെ പിടിച്ച് വലിച്ച് നീട്ടുമ്പോഴേക്ക് ഇയാളെ റൂഹാനും പോയിട്ടുണ്ടാകും. ഇയാൾ എന്നോ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ പ്രക്രൂസ്തസിന് അത് വിഷയമല്ല. അയാൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഈ വന്ന ആള് എന്റെ കട്ടിലിന് പാകപ്പെടണം എന്ന കാര്യത്തിൽ അയാൾക്ക് വാശിയുണ്ട്. അതിന്റെ അപ്പുറവും ഇപ്പുറവും അതൊന്നും വിഷയമല്ല. ഈ മനുഷ്യനെ പിടിച്ച് വലിച്ച് നീട്ടി കട്ടിലിന് പാകപ്പെടുത്തുന്നു. ഈ ഒരു പ്രവണത കൊണ്ടാണ് പ്രക്രൂസ്തസ് ഗ്രീക്ക് ഇതിഹാസത്തിൽ കുപ്രസിദ്ധനായത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ എവിടെയോ ഞാൻ ചരിത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. അതുപോലെയുള്ള അഭിനവ പ്രക്രൂസ്തസുമാര് കേരളീയ മുസ്ലിമീങ്ങളിൽ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനം SYS, SSF, ഈ സുന്നി കുടുംബം, ഇങ്ങനെയുള്ള അഭിനവ പ്രക്രൂസ്തസുമാർക്കെതിരിലാണ് ഞങ്ങളുടെ ആദർശ പോരാട്ടം. പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യമാകുന്ന ആദർശങ്ങളെ തങ്ങളുടെ ഇംഗിതമാകുന്ന കട്ടിലിന് പാകപ്പെട്ടാൽ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത്
വാളുകൊണ്ട് വെട്ടി കഷ്ണമാക്കി തങ്ങളുടെ ഇംഗിതത്തിന് പാകപ്പെടുത്തുക, ഇല്ലാത്തതോ വലിച്ചു നീട്ടുക, അല്ലെങ്കിൽ വെട്ടി മുറിക്കുക. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പുത്തൻവാദികൾ, കേരളത്തിലെ വിധവികൾ, അവരിൽ നമ്മൾ കാണുന്നത് ഈ ഒരു അഭിനവ പ്രക്രൂസ്റ്റസിന്റെ ആ പരിപാടിയാണ്. ഈ സംഘടന, ഈ SYS, നമ്മുടെ പ്രസ്ഥാനം ഇങ്ങനെ ദീനിനെ വെട്ടിമുറിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് വലിച്ചു നീട്ടുന്ന അഭിനവ പ്രക്രൂസ്റ്റസുമാർക്കെതിരിലാണ് ഞങ്ങളുടെ ആദർശ പടയോട്ടം, ഞങ്ങളുടെ ആദർശ മുന്നേറ്റം, SYSന്റെ മുന്നേറ്റം. പ്രിയപ്പെട്ടവരെ, അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിന്റെ സൗരഭ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മാസം 25, 26, 27, 28 തീയതികളിൽ, മാർച്ച് 1 ഉൾപ്പെടെ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അഭിമാനകരമാകുന്ന ഏറ്റവും വലിയ നല്ല മനുഷ്യരുടെ സംഗമം നടക്കാൻ പോവുകയാണ് കോട്ടക്കൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇസ്സത്തുള്ള ഒരു സംഗമമായി, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സംഗമമായി അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ പറയുന്നത് ഇതാണ്, നമ്മുടെ രാജ്യത്തെ ഇസ്ലാമാകുന്ന, പാരമ്പര്യ ഇസ്ലാമാകുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഅകളുടെ സ്വഭാവം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പാരമ്പര്യ മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ടുകാലം അനുവർത്തിച്ചുവന്ന ആശയങ്ങൾ, തൗഹീദ്, അതുപോലെ തന്നെ ആചാരങ്ങൾ, കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, അതെല്ലാം തകിടം മറിക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് ബിദഅകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ SYSന്റെ, സമസ്തയുടെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മപഥന്മാരുടെ പ്രതിരോധവും ആദർശപരമായ മുന്നേറ്റവും പടയോട്ടവും ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തെ ഒരുപക്ഷെ ഈ അഭിനവ പ്രക്രൂസ്റ്റസുമാര് അവരുടെ ആദർശം ഒന്നാകെ ഗ്രസിച്ചേനെ. പക്ഷെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് ഈ പ്രസ്ഥാനമാണെന്ന ബോധം കേരളീയ മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കണം. സഹോദരന്മാരെ, ഞാൻ പറയുന്നത്, ഉദാഹരണങ്ങൾ നിരവധി പറയാനുണ്ട്. നമ്മളിപ്പോ ഏറ്റവും തർക്കമായി, എല്ലായിടത്തും ചോദ്യമായി, മുഖാമുഖങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യമായി ഉയർന്നു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മീലാദാഘോഷ പരിപാടിയാണ്, മൗലിദാഘോഷത്തെക്കുറിച്ചാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കും പ്രമാണങ്ങളിലേക്കും ഇറങ്ങുകയല്ല. ഞാൻ പറയുന്നത്, ഇതിൽ മുസ്ലിം ലോകത്തിന്റെ നിലപാട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ വിശ്രുത പണ്ഡിതൻ ഇമാം മുഹമ്മദുൽ ഖസ്തല്ലാനി തങ്ങൾ പറഞ്ഞു, വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിറൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിം ലോകത്തിന്റെ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസത്തെ ആഘോഷിക്കാറുണ്ടായിരുന്നു അവർ. വയഅമലൂനൽ വലായിമാം, അവർ സദ്യകൾ, ഭക്ഷണം തയ്യാർ ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവ്വലിന്റെ രാത്രികളിൽ അവർ സ്വദഖ ചെയ്യാറുമുണ്ടായിരുന്നു. വയഅതനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലിന്റെ മൗലിദ് ഓതുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. വയുൽഹിറൂന സുറൂറ വയസീദൂന ഫീ മബറാത്ത്, സന്തോഷം അവർ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു, നന്മകൾ അവർ വർദ്ധിത രൂപത്തിൽ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ഖസ്തല്ലാനി, അല്ല ഇമാം ഹാഫിള് ഇബ്നുൽ ജൗസി തുടങ്ങിയ ഒട്ടേറെ മഹാത്മാക്കളായ പണ്ഡിത വരേണ്യന്മാർ ഇത് ഉദ്ധരിക്കുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ. മുസ്ലിം ലോകത്തിന്റെ നിലപാട് അവർ പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, ഇതിനെതിരിലാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ ഉറഞ്ഞു തുള്ളുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ഇവിടെയുള്ള പുത്തൻവാദികളിൽ അല്പമെങ്കിലും പ്രാചീനമായ പഴക്കമുള്ളത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ മുജാഹിദ് പ്രസ്ഥാനം 1921 അവര് രംഗത്ത് വരുന്നത് ഐക്യസംഘം എന്ന പേരിൽ. ഞാൻ ചരിത്രം പറയുകയല്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല പതിപ്പ് വന്ന്
അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇവിടത്തെ സുന്നി പണ്ഡിതന്മാരും കുറെ സുന്നത്തുകൾ മൂടി വെച്ചിട്ടുണ്ട്. അവർ പഠിപ്പിച്ച, അവർ ഉൾക്കൊണ്ട തൗഹീദ് അത് ശരിയായ തൗഹീദല്ല, അത് ശിർക്കാണ്. അവർ ചെയ്യുന്ന ആചാരങ്ങൾ പലതും ബിദ്അത്താണ്. അവർ ചെയ്യുന്ന പല ആചാരങ്ങൾ എന്ന പേരിൽ, പുണ്യകർമ്മങ്ങൾ എന്ന പേരിൽ ചെയ്യുന്നതൊക്കെ അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നതെങ്കിൽ തന്നെയും സഹോദരന്മാരെ, കേരളത്തിലെ ബിദഅകൾ രംഗത്ത് വന്ന് കുറെ കാര്യങ്ങൾ അവർ മാറ്റി മറിച്ച് അവർ ദീനിനെ തന്നെ വികലമാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അന്നത്തെ മുജാഹിദിന്റെ നേതാക്കൾ അവരാരെങ്കിലും പറഞ്ഞോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷ പരിപാടി അത് തെറ്റാണ്, അത് അനാചാരമാണ് എന്ന് അന്ന് അവർ പറഞ്ഞിട്ടില്ല. 921 പറഞ്ഞിട്ടില്ല, 925 പറഞ്ഞിട്ടില്ല, 930 പറഞ്ഞിട്ടില്ല, 935 പറഞ്ഞിട്ടില്ല, 940 പറഞ്ഞോ? നിങ്ങൾ ചിന്തിക്കണം, അന്നൊന്നും കേരളത്തിലെ ബിദഅകൾക്ക് ഇത് അനാചാരമായിട്ടില്ല, ഇത് തെറ്റായിട്ടില്ല, ഇത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുവേണ്ടി അവർ യോഗം കൂടിയിട്ടില്ല, അതിനുവേണ്ടി അവർ ആലോചന നടത്തിയിട്ടില്ല, അതിനുവേണ്ടി അവരുടെ തൗഹീദ് ഫാക്ടറി പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, കേരളത്തിലെ മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ, അവരുടെ ആ പ്രസ്ഥാനം രൂപീകരിച്ച നേതാക്കൾ, KM മൗലവി നിങ്ങൾക്കറിയില്ലേ, EK മൗലവി നിങ്ങൾക്കറിയില്ലേ? ആ മൗലവി എഴുതിയ അവരുടെ ലേഖനമാണ് എന്റെ കയ്യിൽ. ഇത് അൽ ഇർഷാദ് മാസികയാണ്. കേരളത്തിലെ മുജാഹിദിന്റെ നേതാവ് EK മൗലവി എഴുതിയ ലേഖനം 1974 ജൂലൈ ലക്കത്തിൽ ഇറങ്ങിയ 1974 അന്തരിച്ച EK മൗലവി എഴുതിയ ആ അൽ ഇർഷാദ് മാസിക. ഈ അൽ ഇർഷാദ് മാസികയിൽ അതിന്റെ പുസ്തകം ഉണ്ട്, ഭാഗം 5 1343 പുറത്തിറങ്ങിയ അൽ ഇർഷാദ് മാസിക. ഈ അൽ ഇർഷാദ് മാസികയിൽ അവരെഴുതി പിടിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണം. പ്രാചീന വഹാബി നേതാക്കൾ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? റബീഉൽ അവ്വൽ മാസം കേട്ടോ, റബീഉൽ അവ്വലിനെ കുറിച്ചാണ് എഴുതുന്നത്. ഇത് റബീഉൽ അവ്വൽ മാസം സ്പെഷ്യലാണ്, ഈ പതിപ്പ്, ഈ ലക്കം. അതിൽ അവർ എഴുതുന്നു, റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. റസൂലുള്ളാഹിന്റെ മൗലിദാഘോഷം നടത്തുക എന്നത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുക്കയും നടക്കുന്ന സംഗതിയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദാഘോഷിക്കുക. എന്നിട്ട് മുജാഹിദ് പറയുന്നു, നേതാവ് എഴുതുകയാണ്, മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ആചാരമുണ്ട്. അപ്പൊ വല്ല മുജാഹിദ് മഹല്ലുകളിലും മൗലിദാഘോഷം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ മുസ്ലിങ്ങളില്ല എന്നാകുന്നു. ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ പ്രാചീന നേതാവ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണ്. സഹോദരന്മാര് മനസ്സിലാക്കണം. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ആഘോഷിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ നിലപാടാണ്. അത് മലപ്പുറം ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ, കേരള സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന കാര്യങ്ങളാകുന്നു. മുജാഹിദിന്റെ നേതാക്കൾ സഹോദരന്മാരെ ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് ഇപ്പൊ ഞങ്ങളിത് എല്ലാ സ്റ്റേജുകളിലും പറയാൻ തുടങ്ങിയപ്പോ, മറുപടിയില്ലാതെയായപ്പോ ചില വലിയ മൗലവിമാർ ഒരു ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടി മൗലവിമാർക്ക്. എന്താണത്? അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? ആ ലേഖനത്തിന്റെ, ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ പിന്നെ മൗലിദ് ആഘോഷിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കം സാധാരണ പേജ് എടുത്തിട്ടേ കൊണ്ടുവരാറുള്ളൂ.
ഈ ലക്കം മുഴുവനായിട്ട് കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. മണ്ണാർക്കാടും പരിസരമൊക്കെയാണല്ലോ, ഇവിടെ വലിയ വലിയ മൗലവിമാരുള്ള സ്ഥലമാണല്ലോ. ഇത് കേൾക്കുന്ന കൂട്ടത്തിലും വലിയ മൗലവിമാരുണ്ടല്ലോ. അതറിയാവുന്നത് കൊണ്ടും തന്റെ ഇടത്തോടെയും യാഥാർത്ഥ്യ ബോധത്തോടെയുമാണ് ഞാനിത് പറയുന്നത്. സംശയമുള്ള മുജാഹിദ് മൗലവിമാരുണ്ടെങ്കിൽ വലിയ സന്തോഷമായി. ഇനി അല്ലാത്ത മൗലവിമാരോ അല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവർക്കും സ്വാഗതം. നിങ്ങൾ ചിന്തിക്കണം, ശുദ്ധ കളവ് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയാണ് ഞാൻ പറയുന്നത്. E.K. മൗലവി എഴുതിയ ഈ ലേഖനത്തിൽ മൗലിദിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ അയാൾ പറഞ്ഞ് അവസാനം പറയുന്നത് മൗലിദ് ആഘോഷിക്കണ്ട എന്നല്ല. അയാൾ പറയുന്നത് എന്താ, നമ്മളെ മൗലിദിന്റെ മജ്‌ലിസിൽ ഈ അറബിയിൽ മാത്രം ഓതിയാ പോരാ, അത് അറബിക്ക് ഓതിന്റെ പുറമെ അതൊരാൾ തർജ്ജമ കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ മൂപ്പരിത് അവസാനിപ്പിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇതാണ് ഇതിന്റെ യഥാർത്ഥ്യം. എന്നിട്ട് അവസാനം മുജാഹിദുകൾ ഈ ലക്കത്തിൽ തന്നെ അവരുടെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ മൗലിദാഘോഷം നടത്തിയതുകൂടി അവർ ഇതിൽ നടത്തിയെന്ന് മാത്രമല്ല ചീനി കൊടുക്കുകയും ചെയ്തു. ആ കഥ കൂടി അവർ ഈ അൽ ഇർഷാദ് മാസികയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ ആചാരമാണ് അന്ന് മുജാഹിദുകളും പറയുന്നത്. മുസ്ലിം ലോകത്ത് നടപ്പുള്ള ആചാരമാണ് അവർ ഈ പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ മുജാഹിദുകൾക്ക് ഇത് പാടില്ല, ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് ബിദ്അത്താണ്, ഇത് അനാചാരമാണ് എന്ന് പറയാൻ അവരുടെ ആഫീസിൽ എത്ര തവണ ജിബ്രീൽ ഇറങ്ങി വന്നു എന്ന കാര്യം അവർ വിശദീകരിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്ക്, മുജാഹിദിന്റെ മറ്റൊരു പത്രമാണ് അൽ മുർഷിദ് മാസിക. ഈ അൽ മുർഷിദ് മാസികയിൽ അവരെഴുതുന്നത് എന്താ, അത് അവരുടെ വലിയ മൗലവിമാർ എഴുതിയിരുന്നതാണ്. ഇത് അൽ മുർഷിദ് മാസികയിൽ മൗലവിമാർ പുസ്തകം 3 ലക്കം 1 അവരെഴുതി 1937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദ് മാസിക. ആ അൽ മുർഷിദ് മാസികയിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? കണ്ടോ, റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തൊക്കെ ഇപ്പൊ ഇവർക്ക് ഉണ്ടാകുന്നത്? റബീഉൽ അവ്വൽ മാസം കണ്ട് ആഗതമാകുമ്പോഴേക്ക് അവരിങ്ങനെ തുള്ളിച്ചാടി ചാഞ്ചാടി ഹർഷ പുളകിതരായി ആകാശത്തുമല്ല ഭൂമിയിലുമല്ല ഈ രൂപത്തിൽ കടന്ന് തുള്ളിച്ചാടുകയാണ്. റബീഉൽ അവ്വൽ മാസം വന്നപ്പോഴേക്ക് ഇതാരാ എഴുതുന്നത്? AP ഉസ്താദ് എഴുതിയ ലേഖനല്ല ഇത്, പൊന്മള ഉസ്താദ് എഴുതിയതല്ല, അലി ഉസ്താദ് എഴുതിയ ലേഖനല്ല, ഇത് സാക്ഷാൽ മുജാഹിദ് സ്ഥാപക നേതാക്കൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ലേഖനമാണ്. അന്നൊക്കെ മുജാഹിദുകൾക്ക് സന്തോഷം, ആഹ്ലാദവും അലതല്ലലും അലയടികളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് റബീഉൽ അവ്വൽ മാസം വരാന്ന് പറഞ്ഞാല് അട്ടടമൊത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. ഇത് ഒറ്റൊന്നിന്റെ മുഖത്തിന് ഒരു തെളിവുണ്ടാവില്ല. ഒക്കെ മുഖം കരുവാളിച്ച് കരിങ്കൊടി കാട്ടിങ്ങനെ നടക്കുന്നതാണ്. നോക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞതല്ല, ഇത് ഇവരുടെ അൽ മുർഷിദ് മാസികയാണ്. എന്നിട്ട് അൽ മുർഷിദ് മാസിക നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനാഘോഷം അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടവർ എഴുതിയതാണിത്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഞാൻ അതിന്റെ അപ്പുറവും ഇപ്പുറവും അതിന്റെ അവസാന ഭാഗവും വായിച്ചും പഠിച്ചും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ സംശയിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും മൗലവിമാര് പഠിപ്പിച്ചു തന്ന ദുർവ്യാഖ്യാനം മനസ്സിൽ വെച്ച് ആരും നടക്കണ്ട. സഹോദരന്മാരെ, നിങ്ങൾ നോക്കണം, പ്രാചീന മുജാഹിദ് നേതാക്കൾ എഴുതി പിടിപ്പിച്ചതാണിത്. അങ്ങനെ ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിൽ എഴുതുന്നത് നോക്ക് നിങ്ങൾ, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ഉത്തമ ഗുരു എന്ന് പറഞ്ഞ ഹബീബ് റസൂലുള്ളാഹി, ദൈവ സന്ദേശവാഹി എന്ന വഹയുടെ ആള്, അള്ളാഹുവിന്റെ റസൂല്, ആ അള്ളാഹുവിൽ നിന്ന് വഹയ കൊണ്ടുവരുന്നയാളാണ്. അങ്ങനെയുള്ള ആ ഹബീബ് ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. എന്നിട്ട് E.K. മൗലവി എഴുതുന്നു, KM മൗലവി സപ്പോർട്ട് ചെയ്യുന്നു. ഈ ലേഖനത്തിൽ പറയുന്നത് എന്താ? അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആഗമനം കൊണ്ടാടുന്നു.
മുസ്ലിം ലോകം ഒന്നാകെ കൊണ്ടാടുകയാണ്. ഏത്? റബീഉൽ അവ്വൽ മാസം. ഈ മുസ്ലിം ലോകം ഒന്നാകെ കൊണ്ടാടുന്നതിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുന്നത് ആരാ? ഈ മുജാഹിദിന്റെ വട്ടത്തിലുള്ള ഈ ആളുകൾ മാത്രം. നോക്ക് നിങ്ങൾ, മുസ്ലിം ലോകം ഇപ്പോഴും ഇതിന്റെ കൂടെയാണ്. എന്നിട്ട് ഇയാൾ എഴുതുകയാണ്, അൽ മുർഷിദ് മാസിക പറയുകയാണ്, ലോകം മുഴുവനും, ലോകം ആകമാനം, മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. നോക്കുക, ലോകത്ത് മുഴുക്കെ ഈ ആഘോഷം നടത്തണം. റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസം ലോകം മുഴുക്കെ ആഘോഷിക്കണം. കേരളത്തിലെ മുജാഹിദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, പഴയകാല പ്രാചീന നേതാക്കൾ പഠിപ്പിച്ച വരികളാണിത്. തകർക്കാൻ കഴിയാത്ത വരികൾ, തള്ളിയിട്ടാലും എടുത്തു മാറ്റിയാലും മുറിച്ചു മാറ്റിയാലും നീങ്ങാത്ത വരികൾ. എന്നിട്ട് അയാൾ പറയുന്നു, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ഉണ്ടാക്കാൻ ഏറെ സഹായകമായതാണ് ഈ ജന്മദിന മൗലിദാഘോഷ പരിപാടി. ഇതാ പറയുന്നത്. ആരാത് പറഞ്ഞത്? മുജാഹിദ്. നമ്മൾ ഇപ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെ. മുജാഹിദ് പണ്ട് പറഞ്ഞത് അങ്ങനെയാണ്, പിന്നെ അവരിത് മാറ്റുന്നു. നമ്മൾ ഇപ്പോഴും മുമ്പും ഒക്കെ ഇതന്നെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ളവർക്കേ മൗലിദ് നടത്താൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്ക്, എന്നിട്ട് അവസാനം പറയുന്നത്, ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. അതൊരു പുണ്യ സദസ്സാണ്. ആ അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യമുള്ളവർക്കേ അത് കഴിയുകയുള്ളൂ. ഭാഗ്യമില്ലാത്തവർക്ക് അതിന് മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുജാഹിദുകൾ മഹാനിർഭാഗ്യവാന്മാരാണ്. അവർക്ക് ഇത്തരം നല്ല കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനുള്ള സൗഭാഗ്യമില്ല, ഭാഗ്യമില്ല. കെ എം മൗലവി പറയുന്നു, EK മൗലവി പറയുന്നു, സുന്നികളായ നമ്മൾ നടത്തുന്ന മൗലിദിന്റെ മജ്ലിസ്, അതിൽ പങ്കെടുക്കുന്നവർ സൗഭാഗ്യവും തൗഫീഖുമുള്ളവരാണ്, ഭാഗ്യമുള്ളവരാണവർ. കേരളത്തിലെ മുജാഹിദ് സ്ഥാപിച്ച നേതാക്കൾ അറബി മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിഷേധിക്കാൻ കഴിയാത്ത വരികളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ വരെ പഴയ കാലത്ത് നബിദിനം ആഘോഷിക്കണമെന്നും ആഘോഷിച്ചിരുന്നുവെന്നും ആഘോഷിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്യുമ്പോൾ അത്രയൊന്നും കഥയില്ലാത്തവർ, ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ മൗലവിന്റെ അത്ര വിവരം ഏതായാലും ഇപ്പോഴുള്ള ഈ പിള്ളേർക്ക് ഉണ്ടാവൂല എന്ന് ഉറപ്പാണല്ലോ. ഈ അഫ്ളൽ ഉലമന്റെ ബുക്ക് വായിച്ച് 4 പുസ്തകം വായിച്ച് ഇങ്ങനെ താടി നീട്ടി ഇങ്ങോട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മദ്രസയിൽ നിന്ന് തോറ്റുപോയ ആള് പിന്നെ നാട്ടിലിങ്ങനെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പൊ കുടുംബക്കാരോട് വിസ എടുത്തു വന്നു. ആ വിസ കിട്ടിയിട്ട് ഗൾഫിലേക്ക് പോയി. അവിടെ ജോലി, അവന്റെ റൂം ജോലി കേന്ദ്രം, ആ റൂം ജോലി കേന്ദ്രം, അതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നപ്പോ ആരോ ഒരു CD കൊണ്ടുവന്നു, ഒരു താടിയുള്ള മൗലവിന്റെ. ആ CD കേട്ടപ്പോഴേക്ക് ആകെ മതം മാറി, ആളിളകി. ഇതന്നെയാണ് തൗഹീദ് എന്ന് കണ്ടുപിടിച്ച് പിന്നെ ഒരുപാട് CDകൾ കേട്ടു. അങ്ങനെ നാട്ടിലേക്ക് 1 മാസം, 1 കൊല്ലോ, 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നാട്ടിലേക്ക് വന്നു. ഗൾഫിൽ നിന്ന് നീട്ടിയ താടിയുമായി ആള് നാട്ടിലേക്ക് വന്ന് പിന്നെ തൗഹീദിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് അഹങ്കാരത്തിന്റെ ആൾരൂപമായി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മതം പഠിച്ചവരോ വിവരമുള്ളവരോ ഖുർആനും സുന്നത്തും ആധികാരികമായി മനസ്സിലാക്കിയവരോ അല്ലേ അല്ല. നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ള മുജാഹിദിനെ എടുത്ത് പരിശോധിച്ചോളൂ, അപ്പോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് പ്രാചീന മൗലവിമാർ അങ്ങനെയല്ല എന്നല്ല ഇപ്പൊ ഇവരെന്നെ പറയുന്നത്. KM മൗലവി, EK മൗലവി ഒക്കെ ഖുർആൻ പഠിച്ചവരാണ്, ദർസിൽ പഠിച്ചവരാന്നൊക്കെ പറയാറുണ്ടല്ലോ.
ഏതായാലും ആ മൗലവിമാരുടെ അത്ര വിവരം ഇന്നത്തെ ഈ മൗലവിമാർക്കില്ലല്ലോ. ഇല്ല. എന്നാ അവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? മൗലിദ് ആഘോഷിക്കണം, അത് കൊണ്ടാടണം, അത് റസൂലുള്ളാഹിനുള്ള മഹബത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഭാഗ്യമുള്ളവർക്ക് അത്തരം മജ്‌ലിസിൽ സംബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പഠിപ്പിച്ച മുജാഹിദുകളുടെ നേതാക്കൾ പഠിപ്പിച്ച ഈ ആദർശത്തിനെതിരിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുജാഹിദ് ആഫീസിലേക്ക് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കറിയേണ്ട കാര്യമാണിത്. ഇത് ശിർക്കാണെന്നും ഇത് ബിദ്അത്താണെന്നും ഇത് അനാചാരമാണെന്നും തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഏത് മലക്കാ മുജാഹിദ് ആഫീസിലേക്ക് ഇറങ്ങിയത് എന്നത്, ഏത് വഹിയാ അവർക്ക് കിട്ടിയത്, പുതിയ ആയത്ത് ഏതാ പിന്നെ അവതരിച്ചത്, പുതിയ ഹദീസ് ഏതാ അവർക്ക് കിട്ടിയത്? ഈ കാര്യം ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതല്ലേ? ഞങ്ങൾ കേരളീയ വിശ്വാസികളോട് അല്ല, കേരളത്തിലെ പ്രബുദ്ധ ജനതയോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഈ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മതമല്ല, ഇത് ദീനല്ല, ഇത് അഭിനവ പ്രക്രൂസ്തസുമാരുടെ ആ പ്രവണതയാണിത്. ആവശ്യം തങ്ങൾക്ക് പറ്റാത്തത് വെട്ടിമാറ്റുന്നു, തങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് വലിച്ചു നീട്ടുന്നു. പ്രാചീന നേതാക്കൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മൗലവിമാർ മൗലിദ് ആഘോഷിക്കരുത്, കേൾക്കരുത്, കാണരുത് എന്നൊക്കെ പറയുകയാണ്. മൗലിദാഘോഷത്തെക്കുറിച്ച് ഈയിടെയായിപ്പോ നമ്മുടെ കേരളത്തിലും പല ഭാഗത്തുമായി പലവിധ മുഖാമുഖങ്ങളും നടന്നു. മുജാഹിദ് മൗലവിമാർ കോമ്പല കെട്ടി വന്ന പല മുഖാമുഖങ്ങളും ഉണ്ടായി. എന്താ? ഒന്നാകെ തന്നെ നാൾ പൊളിച്ച് അത് കൈയിൽ പിടിച്ച് കൊണ്ടുപോകാം എന്ന് കരുതി വന്നതായിരുന്നു. 10,000-ഓളം എന്ന് തന്നെ പറയാൻ പറ്റുന്ന അത്രയും ആളുകൾ സംബന്ധിച്ച ഒരു മുഖാമുഖം റബീഉൽ അവ്വൽ 12-ന് മുമ്പ് തലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിരുന്നു. 4 മഗ്‌രിബിന് ശേഷം ആരംഭിച്ച് 12 മണി വരെ നടത്തിയ ദീർഘമായ മുഖാമുഖം. അതിന്റെ CD നമ്മുടെ പ്രവർത്തകർ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. കഴിയുന്നവരൊക്കെ അത് വാങ്ങണം, കേൾക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. മുജാഹിദുകൾ പറയുന്ന, ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ച, എല്ലാ സംശയങ്ങളുടെയും മുനയൊടിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഒരു മുഖാമുഖമാണത്. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, കേരളത്തിലെ ബിദഅകൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഈ മൗലിദാഘോഷം പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മളൊന്ന് ചിന്തിക്കണം. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവരിത് പാടില്ല എന്ന് പറയുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അവരുടെ വിശ്വാസം അനുസരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാകുന്നു എന്നാണ്. സാധാരണ മനുഷ്യരാകുമ്പോ നിങ്ങളൊക്കെ, എന്റെ ജന്മദിനം, നിങ്ങളെ ജന്മദിനം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെ ജന്മദിനം എന്നാ എനിക്കറിയില്ല, എന്റെതെന്നാ നിങ്ങൾക്കറിയില്ല, നിങ്ങളതെന്നാ നിങ്ങൾക്കെന്നെ ചിലപ്പോൾ പറഞ്ഞോളുന്നില്ല. പാസ്പോർട്ട് എടുക്കാൻ നിൽക്കുന്ന ആൾ ചിലപ്പോൾ നമുക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടാവും, അല്ലാതെ നമുക്കറിയില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അപ്പൊ റസൂലുള്ളാഹി തങ്ങളും ഇതുപോലെ സാധാരണ മനുഷ്യരാണെങ്കിൽ പിന്നെ എന്തിനാ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ വെറുതെ പറയല്ല. കേരളത്തിലെ മുജാഹിദുകൾ വിശ്വസിക്കുന്നത് അതാണ് എന്ന് ഞാൻ വെറുതെ പറയല്ല. കേരളത്തിലെ കുട്ടി മുജാഹിദുകൾക്ക് അല്ല, കുട്ടി മൗലവിമാർക്കൊക്കെ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത വലിയ മൗലവിയാണ് മുജാഹിദിന്റെ സുല്ലമി. ഞാൻ അയാളെ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കാണിച്ചു തരാം. ആ സുല്ലമി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അമാനുഷികമായ ഒരു കഴിവുമില്ല, സാധാരണ മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി റസൂൽ മുഹമ്മദ് നബീന. സുബ്ഹാനല്ലാഹ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. അസാധാരണ മനുഷ്യനാണ് അല്ലെങ്കിൽ അസാധാരണ കഴിവുണ്ട്? ഇല്ല, സാധാരണ കഴിവ് മാത്രം നബിക്ക്. കേട്ടില്ലേ? നബിക്ക് അസാധാരണ കഴിവില്ല. പിന്നെന്താണ്? സാധാരണ കഴിവേ ഉള്ളൂ. സാധാരണ കഴിവുള്ള സാധാരണ ഒരു മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കേരളത്തിലെ കഥയില്ലാത്ത, വിവരമില്ലാത്ത ഈ ജാഹിലായ ഈ മൗലവി തന്റെ അനുയായികളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അയാൾക്ക് പൂതി തീരാത്തത് കൊണ്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? സാധാരണക്കാരുടെ കഴിവ് പോലും അല്ലാഹുവിന്റെ റസൂലിനില്ല. മഅദല്ലാഹ്.
ഏത് സാധാരണ കഴിവാണ്, അസാധാരണത്വമില്ലാന്ന് ആദ്യം പറയാം, എന്നിട്ട് പിന്നെ പറയാം സാധാരണ കഴിവില്ല. 100 മൂപ്പര് കേട്ടോളി, മൂപ്പര് പറയുന്നത് വെച്ചുകൊടുക്കുക. 100 കണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അസാധാരണക്കാരന് സാധാരണ കഴിവുള്ളതിന് സാധാരണക്കാരുടെ കഴിവില്ലാതെ വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. സാധാരണക്കാരുടെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. അത് സാധിക്കണ എന്തു നിൽക്കണോക്കികള് അല്ല. അള്ളാഹുവിന്റെ റസൂല് സാധാരണ കഴിവില്ല എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന ഇരുകാലിയാണ് നിൽക്കുന്നത്. ഇയാളൊക്കെ ഇതാ മുജാഹിദിന്റെ ആശയ സ്രോതസ്, വലിയ മൗലവിയപ്പത്. എല്ലാ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആയിരിക്കണം. ബാക്കി നിങ്ങളോട് കൂട്ടിയാൽ മതി. ഇതാണ് മുജാഹിദിന്റെ വിശ്വാസം സഹോദരങ്ങളെ. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കാൻ എങ്ങനെ കഴിയും? എങ്ങനെ അവർക്കതിന് സാധിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യരാണ്, സാധാരണക്കാരുടെ കഴിവുമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന, വിളിച്ചു പറയുന്ന ഒരു വർഗം, അവർ മുസ്ലിം സമുദായത്തിന് അപമാനമാണ് എന്നേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. വേറൊരു മൗലവി പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് നമുക്കറിയാം അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. റസൂല് ജനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങളുടെ കലവറകൾ ഉണ്ടായിട്ടുണ്ട്. 100 സംഭവങ്ങൾ നമുക്കറിയാം. ഇമാമുകൾ അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സാധാരണ മനുഷ്യർ ജനിക്കുമ്പോഴെയല്ല അള്ളാഹുവിന്റെ റസൂല് പിറവിയെടുത്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ആ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോ തന്നെ നമുക്കറിയാലോ സഹോദരന്മാരെ, അത് സാധാരണ കുട്ടിയല്ല. അതറിയാം എന്നതുകൊണ്ട് മുജാഹിദ് പറയുന്നത് എന്താ? അങ്ങനെ ഒരു അസാധാരണത്വം ഉണ്ടായിട്ടേ ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചപ്പോ ഒരത്ഭുതം ഉണ്ടായിട്ടില്ല. അവരെ ആപ്പീസിലുള്ള മൗലവി ജനിച്ചപ്പോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നാ അതുപോലെ തന്നെ മുഹമ്മദ് നബി ജനിച്ചപ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയല്ല, മുജാഹിദ് മൗലവി പറഞ്ഞത് കേട്ടോളൂ. അയാളെ പ്രസംഗം തന്നെ ഞാൻ വെച്ചുതരാം, കേട്ടോളൂ. പിന്നെ തടാജലം വറ്റി നശിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലൂദിന് ചെല്ലിയെടുക്കണതാ പേർഷ്യയിലെ തീക്കുണ്ടം, അഗ്നിയാരാവിലെ തീക്കുണ്ടം, വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടം റസൂൽ പ്രസവിച്ചപ്പോൾ ഡിം അങ്ങ് പൊലിഞ്ഞു പോയി. പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കിസറിന്റെ കൈസന്ധിയൊക്കെ ഇരിപ്പിടങ്ങനെ അടങ്ങി എന്ന് മാത്രമല്ല, കൊട്ടാരത്ത് കുറെ താഴികക്കുടങ്ങൾ തകർന്നു വീണു. പച്ച നുണകളൊക്കെ എഴുതി വിട്ടിട്ട. ഇതൊന്നും ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. കണ്ടിരങ്ങള്, ഇതൊക്കെ പച്ച നുണയാണ്. ഇതൊന്നും ചരിത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്നാ മുജാഹിദ് നേതാവ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ എത്രമാത്രം ഇവരുടെ വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ചരിത്രം കൊണ്ട് തെളിയിക്കണമെങ്കിൽ ചരിത്രം നോക്കണ്ടേ? ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റ് നോക്കിയാല് ഇത് തിരിയോ? ചരിത്ര കിതാബുകളിൽ 20-ലധികം കിതാബുകളിൽ നമുക്ക് ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. എന്തിനാ അതൊക്കെ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ് എഴുതിയ പുസ്തകം എടുക്ക്. അർ-റഹീഖുൽ മഖ്തൂം എന്ന പുസ്തകമാണിത്. ഇതാരാ എഴുതിയത്? സഫിയുർ റഹ്മാനിൽ മുബാറക് പൂരി എന്ന് പറയുന്നയാളാ. അൽ ജാമിഅത്തു സലഫിയ അൽ ഹിന്ദ്, ഇന്ത്യയിലെ സലഫി യൂണിവേഴ്സിറ്റി കയ്യിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് സഫിയുർ റഹ്മാൻ അൽ മുബാറക് പൂരി. കടുത്ത വഹാബിയാണ് എന്ന് ഇവിടെയുള്ള ഇന്നത്തെ തലതൊട്ടപ്പന്മാരായ മൗലവിമാർക്കൊക്കെ അറിയാം. അവരുടെയൊക്കെ ഗുരുനാഥൻ കൂടിയാണ് വേണമെങ്കിൽ ഇയാൾ. അയാൾ എഴുതിയ അറബിയിലുള്ള ഗ്രന്ഥമാണിത്. ഈ പുസ്തകം ഒരാവർത്തി വായിച്ചു നോക്കിയാൽ ഈ ജാതി വിഡിത്തം പറയൂ. ഇതിൽ വരെ അയാൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോൾ ഇപ്പൊ ഇയാളാ നിഷേധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി. കിസ്റ കൈസർ ഞെട്ടിയതും സാവതടാകം പറ്റിയതും എല്ലാം ഇയാൾ വരെ ഇതിൽ പറയുന്നു. അറബി അറിയുന്ന വല്ല മൗലവിമാരുമുണ്ടെങ്കിൽ അവർക്കും ഇത് കടന്നു വന്ന് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. നിങ്ങൾ ചിന്തിക്കണം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം നേതാവ് എഴുതി വെച്ചതെങ്കിലും ഒരാവർത്തി വായിച്ചാൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയാൻ ഒരു ശക്തിക്കും കഴിയൂല. അതാണ് അതിന്റെ വസ്തുത. പക്ഷേ മുജാഹിദുകളുടെ വിശ്വാസം എന്താ? അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സഹോദരങ്ങളെ മൗലിദാഘോഷിക്കാൻ കഴിയില്ല, മദഹ് പറയാൻ കഴിയില്ല, കീർത്തനങ്ങൾ ഉരുവിടാൻ അവർക്ക് മനസ്സനുവദിക്കുകയില്ല. ഞാൻ വെറുതെ പറയല്ല, മുജാഹിദ് നേതാവ് തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ മൗലിദാഘോഷം നടത്തുന്ന നമ്മളെ തെളിവ് പറയാണ് മൂപ്പര്. എത്ര മോശമായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടോളൂ. മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന സക്കരിയ പറയട്ടെ, ഒന്ന് വെച്ചുകൊടുക്ക്. അവര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ച് മൂപ്പര് എഴുതുക നബി ജയന്തി. നബി ജയന്തി എല്ലാ നേതാക്കളുടെയും ജയന്തി നടത്തുന്നു. ശ്രീകൃഷ്ണ ജയന്തി, ഗുരുനാനായക് ജയന്തി, അങ്ങനെ പല ജാതി ജയന്തികളും നടത്തുന്നു. ഗാന്ധി ജയന്തി, പല നെഹ്റു ജയന്തി, അതുപോലെ മുഹമ്മദ് നബി ജയന്തിയും നടത്തണ്ടേ. മുജാഹിദ് നേതാവ് പറയാണ്, കേട്ടോളൂ. അതിനാണ് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഒടി തോരണങ്ങൾ കെട്ടി വീടുകൾ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റടിച്ച് അല്ലെ. എന്നിട്ട് പണ്ടെന്താ എല്ലാ നേതാക്കന്മാരെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അതൊക്കെ തെളിവ്. എത്ര ജയന്തി? നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, പിന്നെ മുഹമ്മദ് നബി ജയന്തി വേണ്ടേ? കേട്ടില്ലെങ്കിൽ എല്ലാവരും ജയന്തി കൊണ്ടാടുന്നു. അപ്പൊ മുഹമ്മദ് നബി ജയന്തിയും നടത്തണ്ടേ? നമ്മളെക്കുറിച്ച് സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളതാണ്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിനെ വിമർശിക്കുന്നത്, മൗലിദാഘോഷത്തെ വിമർശിക്കുന്നത്. അതിന്റെ അടിസ്ഥാന കാരണമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന, കഥയില്ലാത്ത, വിവരമില്ലാത്ത ഈ മൗലവിമാർ, അവരുടെ അനുയായികൾ, അവർക്ക് മൗലിദാഘോഷം നടത്താൻ കഴിയൂല. റബീഉൽ അവ്വൽ വരുമ്പോ അതൊരു മഹാദുരന്തമായി, അതൊരു മഹാ കരിങ്കൊടി ദിനമായി ആചരിക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഉള്ളിലുള്ള ആശയം മൗലവിഞ്ഞ് തുറന്ന് പറയാൻ. വേറൊരു മൗലവി, ബാലുശ്ശേരിക്കാരൻ, അയാൾ പറയുന്നത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ ഖുർആൻ കൽപ്പിച്ചിട്ടില്ല. ഖുർആനിൽ അങ്ങനത്തെ ഒരു സംഗതി തന്നെ ഇല്ല. മഅദല്ലാഹ്. മനസ്സിലിട്ട് ഇങ്ങനെ കുറെ കാലം പുകഞ്ഞിട്ട് ആ പുകഞ്ഞ പൂച്ചകട്ട് പുറത്ത് ചാടുകയാണ്. കേട്ടോളൂ, ആള് പറയട്ടെ. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു തുടങ്ങുന്നത് ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. കേട്ടില്ലെങ്കിൽ വെറുതെ പറയാണ്, വെറുതെ. അങ്ങനെ ഇല്ല. ഖുർആനിൽ ഒരിക്കലുമില്ല. ഞാൻ ബോധത്തോടെയാണ് പറയാറുള്ളത്, പറയുന്നത്. നമ്മൾ കുറെ ബോധമില്ലാതെ മുമ്പ് പറയലുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ബോധത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന, മദ്ഹ് പറയുന്ന, കീർത്തനം പറയുന്ന ഈ പരിപാടി ഇല്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല. ഖുർആനിനെതിരാണെന്ന് സ്ഥാപിക്കാനുള്ള വിഫല ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾക്കറിയില്ലേ അവിടുത്തെ സ്വഹാബികൾ അള്ളാഹുവിന്റെ ഹബീബിനെ എത്രയാണ് കീർത്തിച്ചിട്ടുള്ളത്, കീർത്തനം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയില്ലേ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞ വരികൾ, അവരെ കുറിച്ച് പറയുന്നത് തന്നെ മാദിഹുർ റസൂൽ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തിട്ടുള്ള മഹാനാണ്. സഹോദരങ്ങളെ, ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ.
തങ്ങളെക്കാൾ ഏറ്റവും ഭംഗിയുള്ള സൗകുമാര്യതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റസൂലുള്ളാഹിനെ സംബോധന ചെയ്തുകൊണ്ട് മദഹുകൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് മദഹ് ചെയ്യുന്നു. ഈ മൗലവി പറയുന്നതോ അങ്ങനെ ഖുർആൻ പറയാത്ത കാര്യമാണത്, അത് ഖുർആനിനെതിരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1155 നമ്പർ എടുത്ത് പരിശോധിച്ചോളൂ. സ്വഹാബത്ത് ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ മദഹുകൾ പദ്യമായി ചൊല്ലുന്നു. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ന മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ أرانا الهدى بعد أما قلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. ഹബീബിനെ കുറിച്ചുള്ള മദഹുകൾ സ്വഹാബത്ത് ഉരുവിടുന്നു, പദ്യമായും ഗദ്യമായും ചൊല്ലുന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. മുജാഹിദ് പറയുന്നതോ മൗലവി പറയുന്നതോ അത് ഖുർആനിന് വിരുദ്ധമാണ്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ കീർത്തനം പറയാനും മദഹ് പറയാനും പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വഹാബത്തിനൊന്നും ഖുർആൻ തിരിഞ്ഞില്ല. ഈ കഥയില്ലാത്ത വിവരമില്ലാത്ത മൗലവിമാർക്കാണ് ഖുർആൻ മനസ്സിലായതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും സഹോദരങ്ങളെ ഈ ബുദ്ധിയുള്ള ആളുകളെ കിട്ടുകയില്ല എന്ന വസ്തുത നിങ്ങൾ ചിന്തിക്കണം. ഈ ഒരു അടിസ്ഥാന കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന ആ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു നിഷേധമാണ് കേരളത്തിലെ വിതഴികൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കീർത്തനം നടത്താൻ പാടില്ല എന്ന് അവർ പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ആഘോഷിച്ചാൽ നബിദിനത്തിന് ഒരു പുണ്യവും ഇല്ല എന്ന് പറയാനുള്ള കാരണം. മുജാഹിദ് നേതാവ് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം, മീലാദാഘോഷം, ജന്മദിനാഘോഷം അത് നടത്തുന്നതിന് ഒരു പുണ്യവും ഇല്ല എന്നാണ്. ഒരു അസ്സലാമു അലൈക്കും ഒരാളോട് പറയുന്ന പുണ്യം, ഒരാളോട് പുഞ്ചിരിക്കുന്ന പുണ്യം, ഒരു വഴിയിൽ നിന്നൊരു കല്ല് മാറ്റിയിടുന്ന പുണ്യം പോലും നബിദിനത്തിനില്ല. കേട്ടോളൂ, കഥയില്ലാത്ത, മതമറിയാത്ത, വിവരമില്ലാത്ത ഒരു മൗലവി പറയുന്നു എന്ന് കേട്ടോളൂ. ഒന്ന് വെച്ചുകൊടുത്താൽ ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലും ഇല്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാം. ഒരു ചെറിയ കല്ല് റോട്ടിൽ അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. മനസ്സിലായോ? ഒരാളെ നോക്കി ഇസ്ലാം പറയും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തേ അത് ഒരു കടുക് മണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മണ്ടല്ലോ, അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനത്തിൽ ഇസ്ലാം. എന്താ ഈ പറയുന്നത്? നോക്കിങ്ങൾ ആരാപ്പത് ആധികാരികമായി ഇങ്ങനെ ഫത്വ കൊടുക്കല്ലേ? ഒന്ന് പുഞ്ചിരിക്കുന്ന പുണ്യം, കല്ല് മാറ്റുന്ന, മുള്ളു മാറ്റുന്ന പുണ്യം അതുപോലും ഇല്ല. ഞാൻ ഒന്നുകൂടിയാണ് പറയുന്നത്, കേൾപ്പിച്ചു തരാം. എന്താണ് അയാളുടെ വെല്ലുവിളി? എന്താ വെല്ലുവിളി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ആ ആചാരം അത് അനുഷ്ഠിക്കൽ, അത് പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനുമില്ല. എല്ലാ പണ്ഡിതന്മാരും അത് ആചരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ 1-ാം നമ്പർ കല്ല് വെച്ച നുണ കേട്ടോളൂ. ആൾ പറയട്ടെ,
ആചരിക്കണം. നബിദിനം ആചാരമാണ്. ആ ആചാരം റസൂലുള്ളാഹി പൂർത്തീകരിച്ച മതത്തിലുണ്ടോ ഇല്ലേ? ഉണ്ട് എന്നൊരു വിഭാഗം പറയുന്നത്, ഇല്ല എന്നൊരു വിഭാഗം. ആർക്കാണ് തെളിവ്? ഉണ്ട് എന്ന് പറയുന്നവർക്കാണോ ഇല്ല എന്ന് പറയുന്നവർക്കാണോ? ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുസാലികളുടെയും ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ഇല്ല എന്ന് പറയുന്നവർക്ക്, നബിദിനം ആചരിക്കൽ പാടില്ല എന്ന് പറയുന്നവർക്ക്, ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുസാലികളുടെയും ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും പിന്തുണ എന്താണ്? ഇല്ല, മൗലിദ് ആഘോഷിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇല്ല എന്നതിനാണ്. മുഴുവൻ പണ്ഡിതന്മാരെ പോയിട്ട് ഒരു പണ്ഡിതൻ, ഒറ്റ പണ്ഡിതൻ കാണിച്ചു തരാൻ കഴിയും? കാണിച്ചു തരാൻ കഴിയൂല. ആഘോഷിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ നീണ്ട നിര ഇവിടെ പറയാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. കിതാബുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയും. എത്രണ്ണം? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 10 ഒരു ഡസനല്ല, 2 ഡസനല്ല, എത്ര കിതാബ് ഉദ്ധരിക്കണം അത്രയും ഞങ്ങൾ ഉദ്ധരിക്കും. എന്ത്? മൗലിദ് ആഘോഷിക്കണം, അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്താണ്, അതിൽ പ്രതിഫലമുണ്ട്. എത്ര ഇമാമുകൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. സഹോദരന്മാരെ, കിതാബുകൾ ഒന്നല്ല, 100ഓളം കിതാബുകൾ ഇവിടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. വെറുതെ പറയല്ല, അതിനുള്ള വേദിയാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ചോദ്യകർത്താക്കൾ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത് നീട്ടുന്നത്. ഞാനധികം പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് വിവരമില്ലാത്ത മൗലവിമാര്, കഥയില്ലാത്ത മൗലവിമാര്, മതമറിയാത്ത മൗലവിമാർ റബീഉൽ അവ്വൽ മാസായാൽ അപ്പൊ തുടങ്ങും പോസ്റ്റർ ഒട്ടിക്കൽ. എന്താ? റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം മഹാദുരന്തമാണ്, മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് അനിസ്ലാമികമാണ്, അത് ദീനിന് ഘടകവിരുദ്ധമാണ്, അത് ഖുർആനിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കും. മുജാഹിദുകൾ പോസ്റ്റർ ഒട്ടിക്കും. എന്താ? അതിന് മുമ്പൊരിക്കൽ പോസ്റ്റർ ഒട്ടിച്ചു, 10 ലക്ഷം രൂപ ഇനാം എന്ന പോസ്റ്റർ ഒട്ടിച്ചു. 10 ലക്ഷം രൂപ ഇനാം. എന്തിന്? മൗലിദാഘോഷം പുണ്യമുള്ളതാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, തെളിയിച്ചു തന്നാൽ 10 ലക്ഷം രൂപ ഇനാം. ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിയിച്ചാൽ. ഇത് വേറെ മഞ്ചേരി മുജാഹിദ്, മലപ്പുറം ജില്ലയിലെ മുജാഹിദിന്റെ ജില്ലാ ആഫീസിൽ നിന്നാണ് പരസ്യം വന്നത്. അപ്പൊ ഞാൻ മഞ്ചേരി എന്ന് ജാമിയ ഹിക്കമിയയിൽ അവിടെ ദർസ് ചെയ്തിരുന്ന ആ സന്ദർഭത്തിൽ അവിടുത്തെ മുതഅല്ലിമുകള് സഹോദരന്മാരെ പോയി കിതാബൊക്കെ എടുത്ത് പോയി. മഞ്ചേരിയിൽ അടുത്തന്നല്ലേ, നമുക്ക് ഏതായാലും പോസ്റ്ററുകൾ ഔദ്യോഗികമായിട്ട് വന്നതാണല്ലോ. അപ്പൊ ഒന്ന് പോയി നോക്കുക എന്ന് കരുതി കുട്ടികൾ പോയി. പോയപ്പോ ഞാൻ പറഞ്ഞു, വെറുതെ കൈജം വീശി പോണ്ട, അല്ല സാർ കിതാബൊക്കെ എടുത്തുക്കണേ വന്നു. കിതാബ് മാത്രം പോരടാ, ഒരു ചാക്ക് കൊടുത്തോളി, കാരണം 10 ലക്ഷം ഉറുപ്പ്യ കിട്ടുന്ന കാര്യമല്ലേ, ഇത് കൊണ്ടുവരാണ്ട് നിങ്ങൾ കുടുങ്ങും, ചാക്കിൽ കെട്ടി കൊണ്ടുവരേണ്ടതല്ലേ. അത് കുട്ടികൾ ചാക്കൊക്കെ എടുത്ത് പോയി. കാരണം ഇത് കാര്യത്തിന് 10 ഉറുപ്പ്യ കിട്ടണതല്ലേ, വെറുതെ 10 ലക്ഷമാണ്, 1-2 പൈസ അല്ല. അങ്ങനെ മുജാഹിദിന്റെ ജില്ലാ ആസ്ഥാനത്ത് എന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചപ്പോ ഓന് അവിടെ ഉള്ള സാധു കൊണ്ട് മലക്കം പറഞ്ഞത് ഒരിക്കലും മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെയാണ് പോസ്റ്റർ കൊല്ലം തോറും നടത്തി വരാറുള്ള ഒരു കർമ്മം പോലെ പോസ്റ്റർ അങ്ങനെ ഒട്ടിച്ചു വിട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ അവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അവർക്ക് ചെയ്തു തരാൻ, കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, ഞാനല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ ജില്ലാ സെക്രട്ടറി വിളിക്കണം, ജില്ലാ സെക്രട്ടറി നിങ്ങൾ വിളിക്കുകയാണ്. അല്ല, നിങ്ങൾ വിളിച്ചോളി, ഞാൻ വിളിക്കൂലാണ്, ഞങ്ങൾക്ക് നമ്പർ തരാൻ പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞു. അപ്പൊ നമ്പർ നമ്പർ കിട്ടിയത് ഞങ്ങൾ വിളിച്ചോളാം. അപ്പൊ പോയ കുട്ടികൾ അയാളെ നമ്പർ വാങ്ങിയിട്ട് നമ്പർ എടുത്ത് ഇയാൾക്ക് ജില്ലാ സെക്രട്ടറി വിളിച്ചു. അപ്പൊ ജില്ലാ സെക്രട്ടറി വിളിച്ചപ്പോ ആരാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കണം. എന്ത്? ഞങ്ങൾ ജാമ്യ ഐക്കബിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. എന്ത്? ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റർ കണ്ടിട്ട് ഇങ്ങനെ മൗലിദാഘോഷം പുണ്യകർമ്മമാണ് തെളിയിച്ചാൽ ഒരു 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ. ആ 10 ലക്ഷം രൂപ ഇനാം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ നിങ്ങൾ ഓഫീസിലെത്തേക്ക് അവളുള്ള ഓഫീസിലുള്ള ആൾക്ക് അതിൽ താല്പര്യമില്ല. അപ്പൊ പിന്നെ നിങ്ങളോട് വിളിക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ഇയാൾക്ക് ഇത് കേട്ടപ്പോ ഇഞ്ചി കടിച്ചു. ഇയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിളിയാണല്ലോ. അപ്പൊ അയാൾ അത് കേട്ട സന്ദർഭത്തിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ പറഞ്ഞു, ആരെ നിങ്ങളോട് ആ പോസ്റ്റർ വായിക്കാൻ പറഞ്ഞോ? എങ്ങനെയുണ്ട്? അത് വെറുതെ പറഞ്ഞിട്ട് കുറെ കാലം നമ്മളിത് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇയാളെ സംസാരം 2-3 വർഷം മുമ്പാണത്. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അതിനപ്പുറം തന്നെ പിന്നെ അതിലപ്പുറമുള്ളതിന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇപ്പൊ ഇതിനൊരു പ്രത്യേകത ഇല്ല.
ഞങ്ങൾ ഉടനെ മഞ്ചേരി പരിപാടിച്ച് ഞാൻ അന്ന് ഇതൊക്കെ പ്രസംഗിച്ചതാണ്, ഞാൻ വെറുതെ പറയല്ല. ആരെ നിങ്ങളോട് ഈ പോസ്റ്റർ വായിക്കാൻ പറഞ്ഞു? അപ്പോ കുട്ടികൾ പറഞ്ഞു, അതിന് ഞങ്ങളിത് ഏതെങ്കിലും പോസ്റ്റർ വായിച്ചതല്ല, ബസ് സ്റ്റോപ്പിലും പോസ്റ്ററും അങ്ങാടിയിലും ടൗണിലും മൂലക്കുരുവിന്റെ പരസ്യം ഉണ്ടാവും, പകന്തരുണ്ടാവും, അങ്ങനെ പല ജാതി പരസ്യമുണ്ട്. അതൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ ആഫീസിന്റെ നമ്പർ കൊടുത്ത് ബന്ധപ്പെടണമെന്ന ഫോൺ നമ്പറും കൊടുത്ത് പരസ്യപ്പെടുത്തിയതനുസരിച്ച് നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആൾക്ക് ഉത്തരം മുട്ടി. ഞാൻ പറയുന്നത് ഇതാണ് മുജാഹിദിന്റെ അവസ്ഥ. വലിയ പോസ്റ്ററും വലിയ വീര്യം പറയാനും വലിയ കേമന്മാരാണ്. അപ്പൊ നമ്മളൊരു പോസ്റ്റർ നടത്തി. ഞങ്ങള് അവിടെ ഒരു പോസ്റ്റർ മലപ്പുറം ജില്ലയിലും കേരളത്തിന്റെ പല ഭാഗത്തും ഇറക്കി. എന്താണ് ആ പോസ്റ്ററിലുള്ളത്? 1 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇറക്കി. 1 കോടി രൂപ ഇനാം വെറുതെ പറഞ്ഞതല്ല. അതിലെന്താ പറഞ്ഞത്? 1 കോടി രൂപ ഇനാം. മൗലിദാഘോഷം അനിസ്ലാമികമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൊണ്ട് തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞ് നമ്മളാണ് പോസ്റ്റർ ഇറക്കി. മുജാഹിദിന്റെ കേന്ദ്രത്തിൽ എല്ലായിടത്തും ആണ് ഒട്ടിച്ചു. ബന്ധപ്പെടുക, എന്നെ ആള് എന്നെ നമ്പർ നന്നാണ് കൊടുത്തു ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളവിടെ എഴുതി കൊടുത്തു, എൻ ബി ഒന്നിലധികം ആയത്തുകൾ കൊണ്ടുവരുന്നവർക്ക് ആയത്തിന്റെ എണ്ണം അനുസരിച്ച് കോടികൾ കൂടുന്നതാണ്. കാരണം എന്താ? വളരെ ശ്രമകരമായ ബുദ്ധിമുട്ട് ചെയ്തിട്ടല്ലേ ഒരു ആയത്ത് കൊണ്ടുവരുന്നത്. എന്താ ആയത്തിന് വേണ്ടത്? പുല്ലുവല്ലാഹു ഓതിയിട്ട് കാര്യമില്ല. ആയത്തിൽ വേണ്ടത് മൗലിദാഘോഷം അനിസ്ലാമികമാണ്, അത് നരകത്തിലേക്കുള്ളതാണ്, അത് അനാചാരമാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് തെളിയിച്ചാൽ 1 കോടി ഉറുപ്പിയാണ് ഇനാം. പിന്നെന്താ? വന്നൂടെ, ഏത് മുജാഹിദിനും വന്നൂടെ. ഞങ്ങൾ കുറെ കാത്തു നോക്കി, ഒറ്റ മുജാഹിദ് ആ വഴിക്ക് വന്നില്ല. ഒരായത്ത് തെളിയിച്ചാൽ മതി, ഒറ്റ ആയത്ത് വേണ്ട. ഞാൻ ഇവിടുന്ന് പറയുന്ന ഒരായത്തും വേണ്ട, ഒരായത്തിന്റെ കഷ്ണം മതി. എന്താ ഓതേണ്ടത്? ഓതിട്ട് കാര്യമില്ല. ഓതേണ്ടത് ഇതാണ്. പരിശുദ്ധ ഖുർആനിലെ 6000-ൽ ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഒരൊറ്റ ആയത്തിലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, തങ്ങളുടെ മൗലിദാഘോഷം, ജന്മദിനാഘോഷം അത് നടത്താൻ പാടില്ല, അത് ശിർക്കാണ്, വേണ്ട, ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് ഹറാമാണ്, വേണ്ട, അത് ഖിലാഫുൽ ഔലയാണ് എന്നെങ്കിലും പഠിപ്പിച്ച ഒരൊറ്റ ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഒരായത്തിന്റെ പൊട്ടുണ്ടോ അല്ലാഹുവിന്റെ ഖുർആനിൽ തെളിയിക്കാൻ കഴിയോ? ഞങ്ങൾ ഈ പരിപാടി പറഞ്ഞ് നിർത്തിയേക്കൂലേ? പിന്നെന്താ? ഞങ്ങൾക്കെന്താ ഖുർആനിനെതിരെ നടന്നോളെന്ന് വല്ല വാശിയുണ്ടോ? ഒരു വാശിയില്ല. പടച്ചോന്റെ ഖുർആനില് അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ധൈര്യം. ഇത് 100 ആയിരക്കണക്കിന് വേദികളിലാണ് ഞങ്ങൾ ഇത് പറയുന്നത്. റബീഉൽ അവ്വൽ മാസമായ കൊട്ടും കുറവെടുത്ത് ഉപജീവനത്തിനായി പല ജാതി മൗലവിമാരും ഇവിടെ പരിസരങ്ങളിലൊക്കെ തെണ്ടി നടക്കാറുണ്ട്, മൈക്കും വെച്ചുകൊണ്ട്. മൗലിദാഘോഷം അനിസ്ലാമികം ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. അനിസ്ലാമികം എന്ന് പെരുമ്പറയടിച്ച് നടക്കുന്നവർ അധികം തെളിവൊന്നും വേണ്ട. ഒരു തെളിവ്, ഒരായത്ത്, കൂടുതൽ വേണ്ട. ഒരായത്ത്, ആ ആയത്ത് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. എന്താ ആയത്തിന് വേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം, ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ മാസം 12 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13 വേണ്ട, റബീഉൽ അവ്വൽ മാസം മുഴുക്കെ ഏതെങ്കിലും ഒരു ദിവസം അത് ആഘോഷിക്കാൻ പാടില്ല. അത് ശിർക്കാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, അല്ലെങ്കിൽ അനാചാരമാണ്, അല്ലെങ്കിൽ ഹറാമാണ്, വേണ്ട, അത് ഖിലാഫുൽ ഔലയാണ് എന്നെങ്കിലും പറയുന്ന പഠിപ്പിക്കുന്ന ഒരൊറ്റ ആയത്ത് വേണ്ട. ഒരായത്തിന്റെ കഷ്ണം തെളിയിക്കാൻ കഴിയോ മുജാഹിദുകൾക്ക്? ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നിർത്തിവെക്കും. ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയല്ല, മൗലിദ് ആഘോഷം എന്നുള്ള സംഗതി തന്നെ നിർത്തിവെച്ചേരാം. അതല്ലേ അള്ളാന്റെ ഖുർആനിലില്ല. പടച്ചോന്റെ പേരിൽ പാച്ച നുണ പറഞ്ഞ് നടക്കുന്ന കൂട്ടർ ഇതാ മുജാഹിദ്. അള്ളാന്റെ റസൂലിന്റെ ഹദീസിലുണ്ടോ? പോകട്ടെ, 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകളില്ലേ? ആ ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസ്, ഒരൊറ്റ ഹദീസ്, എന്താ ഹദീസിന് വേണ്ടത്? അള്ളാന്റെ റസൂല് പറയാണ്, ജനങ്ങളെ, റബീഉൽ അവ്വൽ 12 എന്റെ ജന്മദിനാണ്, അന്ന് നിങ്ങളാരും എന്റെ ജന്മദിനം ആഘോഷിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് കാണിച്ചു തന്നാലേ പിന്നെ ഈ പരിപാടി ആഘോഷം ഉണ്ടാവില്ല, മൗലിദും ഉണ്ടാവില്ല. അത് ഞങ്ങളാ നിർത്തും. മനസ്സിലായങ്ങൾ? ഒരൊറ്റ ഹദീസ്, 10 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസ്. എന്താ വേണ്ടത്? അതിന് വേണ്ടത് ഇതാണ്.
നിങ്ങൾ എന്റെ ജന്മദിനാഘോഷത്തിന് മക്കളെ നിങ്ങളാരും ജന്മത്തിൽ മൗലിദ് ആഘോഷിക്കരുത്, അന്ന് ജന്മദിനം ആഘോഷിക്കരുത്, അത് തെറ്റാണ്, അത് വിദ്യാർത്ഥാണ്, അത് അനാചാരമാണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് റസൂല് പഠിപ്പിച്ച ഒരു വചനം തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ ഇത് തെറ്റാണെന്ന് പെരുമ്പറടിച്ചിങ്ങനെ നടക്കുന്നത് എങ്ങനെ? ഇതാ ഞങ്ങൾക്കറിയേണ്ടത്. പോകട്ടെ, 4 ഖലീഫമാർ, ഖുലഫാഉൽ അർബ, 4 ഖലീഫമാരില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാർ അൽ ഖുലഫാഉർ റാഷിദ. ആരെങ്കിലും പറഞ്ഞു, 4ൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു റബീഉൽ അവ്വൽ 12 വേണ്ട, റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം നിങ്ങൾ നടത്താൻ പാടില്ല, അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് ഹറാമാണ്, അത് കറാഹത്താണ്, അത് ഖിലാഫുൽ ഔലയാണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണ്, നിങ്ങൾ നടത്തരുതേ ജനങ്ങളെ എന്ന് പറഞ്ഞ 4 ഖലീഫമാരുടെ ആരുടെയെങ്കിലും ഒരു പ്രസ്താവന കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയോ? സഹോദരങ്ങളെ, ഞങ്ങൾ വിനയാന്വിതരായി ചോദിക്കുക. ഇതൊന്നുമില്ലാതെ എങ്ങനെ നിങ്ങൾ ഈ നബിദിനാഘോഷം പാടില്ല ശിർക്ക്, വിദ്യാത്ത്, അനാചാരം എന്ന് എങ്ങനെ പറയും? ഇതാ ഞങ്ങൾക്കറിയേണ്ടത്. ഇനി അതും പോകട്ടെ, 4 മദ്ഹബിന്റെ ഇമാമുകൾ ലോക പ്രശസ്തരാണ്, നമുക്കറിയാം. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ എന്ത്? റബീഉൽ അവ്വൽ മാസത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനാഘോഷിക്കരുത്, അത് തെറ്റാണ്, അത് വിദ്യാർത്ഥാണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ വാക്കുകൾ ഉദ്ധരിക്കാൻ കഴിയുന്നവരുണ്ടോ? മുജാഹിദുകളെ 12 ഗ്രൂപ്പിലുണ്ടെങ്കിൽ വരട്ടെ, അവർ ഏത് ഗ്രൂപ്പും മത്സരിച്ച് വരട്ടെ. അപ്പൊ അങ്ങനെയാണല്ലോ, ഓരോ ഗ്രൂപ്പ് ഒന്നിനൊന്ന്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഇന്നലെ വെച്ചാൽ നാളെ വേറൊരു ഗ്രൂപ്പ്. എന്തിനാ? അത് സുന്നികളോട് ദേഷ്യം തീർക്കാനും സുന്നികളോടുള്ള വൈരുദ്ധ്യത്തിന്റെ വിദ്വേഷത്തിന്റെ പേരിലല്ല. ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആ വെപ്രാളാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ആദർശ പ്രചാരണത്തിലും തൗഹീദിന്റെ കാര്യത്തിലും വിദേഹത്ത് സുന്നത്തിന്റെ പ്രചാരണത്തിലും എല്ലാ 12 ഗ്രൂപ്പുകളിൽ ഞങ്ങളെ ഗ്രൂപ്പാണ് മുൻപന്തിയിരുന്ന് ഓരോ ഗ്രൂപ്പുകാർക്കും ഇതിന് തോന്നണം. അതിങ്ങനെ മറ്റവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിന് അനുയായികളെ പിടിച്ചു കെട്ടിയിടാൻ അവർക്കത് നിർബന്ധ. അതിനു വേണ്ടിയുള്ള വെപ്രാളാണ് ഇപ്പൊ ഈ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ 12 ഗ്രൂപ്പുകാർ പരിപാടി നടത്തിയാലും നമ്മളിപ്പോ ഈ പറഞ്ഞതിന് ഒരൊറ്റ ഒന്നിനും മറുപടി പറയാൻ കഴിയോ? എന്നാ ഖുർആനിൽ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഒരായത്തോട് തെളിയിക്കട്ടെ മൗലിദാഘോഷം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിയോ? 12 ഗ്രൂപ്പുകളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിയില്ല. 10 ലക്ഷത്തോളം വരുന്ന ഹദീസില്ലേ, ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് തെളിയിക്കട്ടെ എന്ത് റസൂലുള്ള പഠിപ്പിക്കാൻ എന്റെ ജന്മദിനാഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷത്തിൽ പരമുള്ള ഹദീസുകളിൽ ഒരൊറ്റ ഹദീസ് കൊണ്ടെങ്കിലും തെളിയിക്കാൻ കഴിയോ? ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. കഴിയില്ല. 14 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം പാരമ്പര്യം എടുത്തോളൂ, പരിശോധിച്ചോളൂ, തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മുസ്ലിം ലോകത്ത് നടത്തുന്ന മൗലിദാഘോഷം തെറ്റാണെന്നോ ബിദ്അത്താണെന്നോ അത് അനാചാരമാണെന്നോ നരകത്തിലേക്ക് എത്തുന്ന പ്രവണതയാണെന്നോ പറയാൻ ഒരു ശക്തിക്കും കഴിയൂല. പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഞങ്ങൾ ഈ പറയുന്നതോ ഞങ്ങൾ പറഞ്ഞതൊന്നും പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയല്ല, ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുമാകുന്നു. ഈ കാര്യം എന്റെ ശ്രോതാക്കൾ എല്ലാവരും മനസ്സിലാക്കണമേ എന്നറിയിച്ചുകൊണ്ട് ചോദ്യകർത്താക്കൾ എത്തിയതുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചതിന്റെ ആകത്തുക സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ, ആശയങ്ങൾ ഏതുണ്ടോ എല്ലാറ്റിനും പൂർവീകരുടെ പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്, പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വ്യതിരക്തത ഇതാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ബിദഅകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതില്ല, പ്രമാണങ്ങളുടെ പിൻബലമില്ല, അവർക്ക് പാരമ്പര്യമില്ല, പൂർവീകരുടെ ഇമാമുകളുടെ ഒന്നുമില്ല. പിന്നെയോ അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ആളുകളെ വട്ടം കറക്കുക എന്നത് മാത്രമാണ് ബിദഅകളുടെ കൈമുതൽ പിടിക്കയർ എന്ന സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമേ
എന്നറിയിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യോത്തരം സംശയങ്ങൾ ഇവിടെ പറയുന്നു.